കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഈ ആത്മീയ ചിന്തകൾ, ഈ ആത്മീയ പ്രഭാഷണങ്ങൾ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ സമയത്ത് തിരുവചനത്തിൽ നിന്നൊരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തനം അതിന്റെ 38 വാക്യം. സങ്കീർത്തനം 119 അധ്യായം അതിന്റെ 38 വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ശ്രദ്ധിക്കുക, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. അപ്പോ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ദൈവിക ഭക്തിയാണ്. ആ ദൈവിക ഭക്തി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ആരാണ് ദൈവഭക്തൻ? ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദൈവഭക്തൻ. ആ ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ ഭക്തിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം ദൈവത്തിന് കൊടുക്കുക. അത് മാത്രമല്ല, ആ കിട്ടുന്ന സമയങ്ങൾ, കിട്ടുന്ന ആ ദിവസങ്ങളിലൊക്കെ നീ തിരുവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആഴമായി ദൈവിക ഭക്തിയിലേക്ക് നീ കടന്നു ചെല്ലുക. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവിക ഭക്തി നിന്നിൽ നിന്ന് വർദ്ധിച്ചു വരും. ആ ഭക്തിയുടെ നിറവിൽ നീ ആള് മാറിയതുപോലെ പുതിയൊരു മനുഷ്യനായിട്ട് നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.